ശശി തരൂരിനെ പരോക്ഷമായി വിമർശിച്ച് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ വർഗീസ് കൂർലോസ്. ഞാനാണ് കേമനെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെയുണ്ടോ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദ്യം. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ എവിടെയിരിക്കുമായിരുന്നു? അധികാര കൊതി തീരാതെ എല്ലാം തന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും കാലുമാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമാണുള്ളത് എന്നും വർഗീസ് കൂർലോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. അർജുൻ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. അർജുൻ, എന്തെല്ലാമാണ് പ്രധാനമായ പരാമർശങ്ങൾ? ലാൽകൃഷ്ണ, ശശി തരൂർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയാണ് വർഗീസ് കൂർലോസ് ചെയ്തിട്ടുള്ളത്. ഞാനാണ് ഏറ്റവും കേമനെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെയുണ്ടോ എന്ന് വർഗീസ് കൂർലോസ് ചോദിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കിട്ടിയാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ചത്. എങ്കിലും ഇപ്പോൾ അദ്ദേഹം അതിന്റെ അധികാരത്തിന്റെ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ട് തന്ന പ്രസ്ഥാനത്തെ തള്ളി പറയുകയാണ് എന്നാണ് കൂർലോസ് വിമർശിക്കുന്നത്. കാലുമാറുന്ന ജനങ്ങളോട് സാധാരണ ജനങ്ങൾക്ക് കാലുമാറുന്ന ആളുകളോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമാണ് ഉണ്ടാവുക എന്ന വിമർശനവും വർഗീസ് കൂർലോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതായത് ശശി തരൂർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം അത് കോൺഗ്രസിന് എതിരായിട്ടുള്ളതാണ്. അത്തരത്തിലല്ല അദ്ദേഹം പ്രവർത്തിക്കേണ്ടതെന്ന സൂചന നൽകുന്നതാണ് വിമർശനം. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പുച്ഛത്തോടെയാണ് ആളുകൾ കാണുക. ഒപ്പം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിച്ചത് എങ്ങനെയാണെന്ന ഓർമ്മ വേണമെന്ന സൂചന കൂടി ഈ വിമർശനത്തിൽ ഉണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് ഉൾപ്പെടെ നേടിയാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് അത് ഇടതുപക്ഷം വികസനമാണെന്ന് പറഞ്ഞ് അതുൾപ്പെടെയുള്ള കാര്യങ്ങളെയാണ് അദ്ദേഹം പിന്തുണയ്ക്കുന്നത്. പക്ഷേ അത് ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വേണമെന്ന സൂചനയാണ് ഈ കത്തിലുള്ളത്. ഇത് നേരിട്ട് ശശി തരൂരിനെ വിമർശിക്കുന്നതാണെങ്കിൽ കൂടിയും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പരോക്ഷ വിമർശനം എന്ന നിലയ്ക്ക് കൂടി ഇത് കാണണം. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ നിലവിലെ നയങ്ങളോട് വലിയ വിമർശനമുള്ള ആളാണ് വർഗീസ് കൂർലോസ്. ആ നയത്തെയാണ് ശശി തരൂർ പിന്തുണച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നയം ശരിയല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് തരൂരിനെതിരായിട്ടുള്ള ഈ വിമർശനത്തെ.